ഈ ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ നമുക്ക് പരിചിതമല്ലേ, എല്ലാവർക്കും കൊണ്ടുവന്നിട്ട് ഹിറ്റായി. ഞാൻ പണ്ടിൽ പൊട്ടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് നമ്മൾ എത്ര വട്ടം റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടും പിന്നെ ഹിറ്റാണ്. അപ്പൊ ഞാൻ കുറച്ച് കളറും കൂടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. മാത്രമല്ല ഇതിപ്പോ നമ്മൾ ഇത്രയും മോളിത്തിൽ എടുക്കുന്നതാണ്, നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 780 മാത്രമേ ഉള്ളൂ. 780 നമ്മളിപ്പോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സൂപ്പർ ഐറ്റം കേട്ടോ, നല്ല രസമായിട്ടുള്ള ജോർജറ്റിൽ വരുന്ന ഈ ഒരു ഐറ്റം മിസ്സാക്കണം കേട്ടോ, പെട്ടെന്ന് ഇത് പർച്ചേസ് ചെയ്തോ. പിന്നെ ഇതിന്റെ കളക്ഷൻസ് എല്ലാം ഒരുപാട് പേര് കയറി തുടങ്ങി. ഇന്നിപ്പോ 1 മണിക്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ 12:46 ആയതല്ലോ കേട്ടോ. ഇത് ഉച്ചയ്ക്ക് ഈ 1 മണിക്ക് ഇപ്പൊ ഈ വീഡിയോ ഇടുന്ന അത്രയും തിരക്കുണ്ട് എനിക്ക്. ഓരോരോ ബണ്ടിൽ പൊട്ടിക്കുന്നതിന് കൂടായി പോകുന്നുണ്ട് ഞാൻ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്താ പറയാ, സൈറ്റിൽ പർച്ചേസ് ചെയ്തവർ അങ്ങനെ ചെയ്യാം, ഷോപ്പ് വിസിറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അടുത്ത കളർ വരുമ്പോൾ നമ്മുടെ റാണി പിങ്ക് കളർ കേട്ടോ, സ്റ്റൈലൻ കളർ അല്ലേ. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? എല്ലാം ഒന്നിനൊന്ന് മെച്ചം വന്നതേ ഉള്ളൂ കേട്ടോ. അത് ഞാനതൊന്നും നോക്കാനും ഒന്നും പറ്റിയില്ല എനിക്ക്. ഇതിന്റെ വിത്ത് ലൈനിങ് ബോട്ടും ഇതിനോടൊപ്പം 780 ഉള്ളൂ. എടുത്തോണ്ടൊക്കെ അറിയാം, നല്ല റിസൾട്ട് ആണ്. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ പർച്ചേസ് ചെയ്തോ. ഇതിന് വേണ്ടി ഇത് തയ്ച്ചിട്ടാൽ അടിപൊളിയായിരിക്കും. അടുത്ത കളർ വരുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഒരു ടൈപ്പ് ഓഫ് ഒരു നല്ല മെറൂൺ, ഒരു ഡാർക്ക് ബ്രൗണിഷ് മെറൂൺ കളർ കേട്ടോ. സൂപ്പർ കളർ. ഇതാണ് വേണ്ടെങ്കിൽ എടുക്കാം. വിത്ത് ലൈനിങ് ബോട്ടവും ആടാണ്. 780 മാത്രമാണ് പ്രൈസ്. 780 ആണ്. അടുത്ത വന്നിട്ട് ഗ്രീൻ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. അപ്പൊ ഈ ഗ്രീൻ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചൂസ് ചെയ്യാൻ പറ്റും. നല്ല കളേഴ്സ്, ഏത് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലുള്ള എല്ലാ കളേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. ഇന്നലെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയി, നിങ്ങൾ റീൽസും സ്റ്റോറിയൊക്കെ കണ്ടു കാണുമല്ലോ. ഒത്തിരി ലേറ്റ് ആയി നമ്മൾ ഇവിടുന്ന് പോയി 1 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. എല്ലാവരും എല്ലാം കഴിഞ്ഞ് പോയപ്പോ തന്നെ. അന്നേരം നമുക്ക് കസ്റ്റമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തൊട്ടിട്ട് ഒരു 12 മണി വരെ നമ്മുടെ സെയിൽ, അല്ലെ 12 മണി 1 മണി വരെ 12 മണി വരെ സെയിൽ നമ്മൾ മിഡ് നൈറ്റ് സെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ സെയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാത്രിയിൽ, അതായത് നോമ്പ് തുറന്നു കഴിഞ്ഞ് വരാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു മിഡ് നൈറ്റ് സെയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 12 മണി വരെ നമ്മൾ ഇവിടെ കാണും, നിങ്ങൾക്ക് വരാം. ദൂരെ നിന്നൊക്കെ വരുന്നവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഒരു ടൈം നീട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വരാം. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം വരാൻ ഒരുങ്ങിക്കുന്നവരൊക്കെ ഇങ്ങനെ പോയ ടെൻഷൻ ഒന്നും വേണ്ട. പറഞ്ഞിട്ട് പാർക്കിംഗ് ഒക്കെ നല്ല എന്താ പറയുക, നിങ്ങൾക്ക് സമാധാനത്തെ വന്ന് പാർക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ യൂണിക് ആയിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അല്ലാതെ ഒത്തിരി അങ്ങ് ലോക്കൽ ഇട്ട് ചെയ്യാതെ എങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും നല്ലതാവണം എന്നുള്ള ഒരു ചിന്തയും മാത്രമാണ് നമ്മൾ ഓരോ ഐറ്റംസും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയാം, നമ്മുടെ ഇത് പർച്ചേസ് ചെയ്തവർക്കും അറിയാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കാതെ നമ്മൾ ഏതൊരു ഐറ്റം ആയാലും ഇതിനിപ്പോ നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്യാം. ഞാനത് ഫുൾ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഓരോ ഐറ്റത്തിനെ നിങ്ങൾ പഠിക്കണം, ഓരോരുത്തരും പഠിക്കണം കേട്ടോ, ഓരോ മെറ്റീരിയൽ എന്താണെന്നുള്ളത്. അത് ഞാൻ ഓരോ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തി പറയാം കേട്ടോ. ഇപ്പൊ എനിക്ക് 1 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അപ്പം ഈ ഒരു യെല്ലോ ഷെയ്ഡ് വേണമെന്നുള്ളവർക്ക് യെല്ലോ ചൂസ് ചെയ്യാൻ സൂപ്പറാണ്. വിത്ത് ലൈനിങ് ബോട്ടോ ഉണ്ട് ഇതിനോടൊപ്പം. അടുത്ത കളർ ഉണ്ടോ? അടുത്ത കളർ അടിപൊളി കളർ കേട്ടോ. ഞാനിപ്പോ വീഡിയോ എടുത്തോണ്ട് താഴെ നിന്ന് ഒന്ന് പറഞ്ഞു. ഒത്തിരി ആൾക്കാർക്ക് ഒന്നും വേണം, ഒന്നും വന്ന് താഴെ വരെല്ലാം കാണാൻ പറ്റുന്നു. പക്ഷെ ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് താഴോട്ട് പോകാൻ പറ്റില്ല, ആരെയും കാണാനും നോക്കാനും ഒന്നും പറ്റുന്നില്ല. ഒത്തിരി സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കാണുമ്പോൾ മനസ്സിലാവട്ടെ തിരക്കെന്താണ്. ഒത്തിരി സന്തോഷം. തിരക്കിൽ എനിക്കൊരു പേടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമോ, ഐറ്റം കിട്ടുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവർക്കും കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ തിരക്കാണല്ലോ, എന്തെങ്കിലും മിസ്സാവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതിന് ഒരുപാട് ടൈം ഇനിയും ഉണ്ടല്ലോ, ഒത്തിരി ദിവസങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങ് പോരാ, നല്ല നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അടുത്ത ലാസ്റ്റ് കളർ നോക്കിയേ. ലാസ്റ്റ് കളർ സൂപ്പർ ആട്ടതാ. 1 മണിയാവുന്നുണ്ട്. ഇന്ന് ഈ 1 മണിക്കിരണ്ട വീഡിയോ ഞാൻ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ് നോക്കിക്കോ നിങ്ങൾ, 16-ാം തീയതി. ഇന്ന് ഇടേണ്ട വീഡിയോ ഇതാ 1 മണിക്ക് ഞാൻ ഈ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം അത്രയും ഇന്നലെ രാത്രിയൊക്കെ ഒത്തിരി ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് പറയുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കില്ല എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ സന്തോഷം അറിയിച്ചല്ലേ പറ്റൂ, നിങ്ങളോടല്ലേ നമ്മൾ അറിയിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് രാത്രി 12 മണി വരെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. കാരണം ഒത്തിരി പേര് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്ത് ഇന്നലെ വന്നവരൊക്കെ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു മിഡ് നൈറ്റ് സെയിൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പോരാ, 12 മണി വരെയും നമ്മളിവിടെ കാണും. രാത്രിയിലൊക്കെ വരുന്ന ഞാനും കാണും കേട്ടോ. നമുക്ക് എല്ലാവർക്കും കാണാം. ഇനി പോരാ കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ചൂസ് ചെയ്യാം. 1 മണിക്ക് താണ്ട് 1 മണിയായിട്ട് വീഡിയോ ഇതുവരെ സെറ്റ് ആയിട്ടില്ല. ഇപ്പം തന്നെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി പർച്ചേസ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.